ചാപ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓൾറെഡി നമ്മൾ 2 ക്ലാസ് കണ്ടവരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടുത്തെ അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ദൂരീകരിക്കണം. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലോ അതിന് മുമ്പും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, എങ്ങനെയാണ് ഒരു ജനറേറ്റർ പ്രവർത്തിക്കുന്നത്, ജനറേറ്ററിനെ എത്രയായിട്ട് തരംതിരിക്കാം, അവ തമ്മിലുള്ള ഡിഫറൻസസ് വ്യത്യാസങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചവരാണ്. ഓക്കെ, അപ്പോ ഈ ക്ലാസ്സിൽ നമ്മളൊരു ചെറിയ പുതിയ ഒരു ഭാഗമാണ് തുടങ്ങുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഭാഗം ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഈ ഫിഗർ എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് ഐഡിയ എന്നുള്ളതിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളൊരു പൈപ്പ്, അതിൽ 2 കോയിലുകൾ ചുറ്റി വെച്ചിട്ടുണ്ട്. അത് തമ്മിൽ പരസ്പരം ബന്ധം, പ്രത്യേകിച്ച് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. ഓക്കെ, അടുത്തടുത്തായിട്ട് 2 കോയിലുകൾ സ്ഥിതി ചെയ്യും. ആദ്യത്തെ കോയിലിൽ ഞാൻ ഒരു സ്വിച്ചും ഒരു സെല്ലും കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കോയിലിൽ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ കൊടുത്തിരിക്കുന്നത് സെല്ലാണ്. നമുക്കറിയാം, നമ്മൾ AC എന്നാലും DC എന്നാലും ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് അറിയാം, നമുക്കറിയാം, നമ്മൾ പഠിച്ചവരാണ്. അപ്പോ ACയും DCയും തമ്മിലുള്ള വ്യത്യാസവും അറിയാം. ACയും DCയും സാധാരണയായിട്ട് എവിടെ നിന്നാണ്, സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്, ഒരു സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് എങ്ങനെയുള്ളതാണ്? AC ആണോ DC ആണോ? നമുക്കറിയാം, ഒരു സെല്ലിൽ നിന്ന് വരുന്നത് എന്താണ്? DC ആണ്, ഡയറക്റ്റ് കറണ്ട് ആണ്. ഒന്ന് ഓർത്തു വെക്കുക, ഡയറക്റ്റ് കറണ്ടും ആൾട്ടർനേറ്റിംഗ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? കൃത്യമായ ഇടവേളകളിൽ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും AC, അല്ലെ? ഇടയ്ക്കിടയ്ക്ക് ഡയറക്ഷൻ മാറുന്നതാണ് AC. എന്നാൽ DC എന്താണ്? ആദ്യം ഏത് ഡയറക്ഷനിലാണോ അത് ഫ്ലോ ചെയ്യുന്നത്, അതേ ഡയറക്ഷനിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോ നമുക്കറിയാം, സെല്ലിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി അല്ലെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടാണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, ഈ ചാപ്റ്ററിലല്ല അതിന് മുമ്പ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഏത് കണ്ടക്ടറിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ എന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും, അല്ലെ? കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചവരാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ഡയറക്ഷനും കണ്ടുപിടിച്ചവരാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഡയറക്റ്റ് കറണ്ട് ആണ്. ഈ ഡയറക്റ്റ് കറണ്ട് ഈ കോയിലിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ കോയിലിന്റെ ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ്, ആണല്ലോ? ഇനി ഈ ഇങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ അവിടെ ഒരു EMF ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചവരാണ്, അല്ലെ? അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. Whenever there is a change in magnetic flux linked with a coil, an EMF is induced in the coil, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഈ അവസരത്തിൽ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകാൻ 2 വഴികളാണുള്ളത്, അല്ലെങ്കിൽ 2 സിറ്റുവേഷൻസ് ആണുള്ളത്. എപ്പോൾ? ആദ്യം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണോ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തത്, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അതിനർത്ഥം എന്താണ്? ഇല്ലാതിരുന്ന ഒരു സാധനം വന്നു, അപ്പൊ അവിടെ ചേഞ്ച് ഉണ്ടായില്ലേ? ചേഞ്ച് ഉണ്ടായി, അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി. ഇങ്ങനെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ബൾബ് ഒന്ന് പ്രകാശിക്കും, ഒന്ന് ഗ്ലോ ചെയ്യും. വീണ്ടും എന്ത് ചെയ്യും? പഴയതുപോലെ ആ ഗ്ലോ ഇല്ലാതാവും, പ്രകാശിക്കും, അണയും. ശേഷം നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്തും അവിടെ ഒരു ചേഞ്ച് അല്ലേ ഉണ്ടായത്? നേരത്തെ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഇപ്പൊ ഇല്ലാതാവുകയാണ് ചെയ്തത്. അതും ഒരു ചേഞ്ച് ആണ്, അല്ലെ? അപ്പോ മാഗ്നറ്റിക് ഫ്ലക്സിന് വീണ്ടും ഇവിടെ ചേഞ്ച് ഉണ്ടായി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്തും ഈ ബൾബ് ഒന്ന് ഗ്ലോ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സംശയമുണ്ടോ? ഉണ്ടോ? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മൾ ആദ്യം പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മളൊരു സോളിനോയിഡിനുള്ളിലേക്ക് നമ്മളൊരു മാഗ്നറ്റിനെ അകത്തേക്ക് കയറ്റുകയും പുറത്തേക്ക് എടുക്കുകയും ചെയ്ത ആ ഒരു കാര്യം, അവിടെ നമ്മൾ ഒരൊറ്റ കോയിലേ എടുത്തുള്ളൂ, ആണേ? പക്ഷെ ഇവിടെ ചെയ്ത കാര്യം നോക്ക്, ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ 2 കോയിലുകൾ പരസ്പരം ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. ഇത് തമ്മിൽ നമ്മളൊരു വയർ വെച്ച് കണക്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അടുത്തടുത്തിരിക്കുന്ന 2 കോയിലുകളും, അല്ലെ? ഈ 2 കോയിലിൽ ഒന്നിലെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ
എന്ത് ചെയ്യും? ഒരു EMF ഉണ്ടാകും. അത് എവിടെയാണ് ഉണ്ടാകുന്നത്? സെക്കൻഡ് കോയിലിലാണ് ഉണ്ടാവുക. മനസ്സിലായോ? മ്യൂച്വൽ ഇൻഡക്ഷനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ DC ആണ് കൊടുത്തത്. DC-യുടെ കേസ് വെച്ച് ഇപ്പൊ ആലോചിക്കുക, ഞാൻ AC കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോ നിയറസ്റ്റ് ആയിട്ട് രണ്ട് കോയിൽസിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒന്നിൽ ഫസ്റ്റ് വണ്ണിൽ എന്ത് ചെയ്യുന്നു? അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ഡീവിയേഷൻ ഉണ്ടാകുന്നു. ആസ് എ റിസൾട്ട് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡ് കോയിൽ. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതിനെ എന്താണ് വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് DC-യെ മാറ്റിയിട്ട് ഇവിടെ AC കൊടുത്ത് നോക്കാം. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. AC എന്താണ് എന്ന് ഓൾറെഡി നമുക്കറിയാം. AC അല്ലേ? AC കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? AC എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇടയ്ക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കൊടുക്കുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെയും എന്ത് ചെയ്യും? ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലക്സിനും ചേഞ്ച് ഉണ്ടാവും. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? എന്താ പറഞ്ഞേ? നമ്മൾ ഇവിടെ കൊടുക്കുന്ന കറണ്ടിന് ചേഞ്ച് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? എങ്ങനെയാ കറണ്ടിന് ചേഞ്ച് ഉണ്ടാവുന്നത്? കൊടുക്കുന്നത് AC ആണ്. AC എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറണ്ടാണ്. അതുകൊണ്ട് കൊടുക്കുന്ന കറണ്ടിന് ചേഞ്ച് ഉണ്ടാകും. Therefore ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനും ചേഞ്ച് ഉണ്ടാകും. ഇങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. DC-യുടെ കാര്യത്തിൽ ഓർക്കുക, എന്താണ് ഡിഫറൻസ്? DC നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമായിരുന്നു ചേഞ്ച് ഉണ്ടായത്. എന്നാൽ AC നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്ത് ചെയ്തോളും? ആ കറണ്ട് സ്വയം എന്ത് ചെയ്തോളും? ചേഞ്ച് ചെയ്തോളും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തോളും. അങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനും ഡീവിയേഷൻ ഉണ്ടാകും. Therefore that leads to an EMF generation in the second coil. അതൊരു EMF സെക്കൻഡ് കോയിലിൽ ജനറേറ്റ് ചെയ്യപ്പെടാൻ കാരണമാകുന്നു. ഓക്കെ, ഈ പ്രവർത്തനത്തിനെ വിളിക്കുന്ന പേരാണ് അടുത്തടുത്ത രണ്ട് കോയിൽ, നിയറസ്റ്റ് ആയിട്ടിരിക്കുന്ന രണ്ട് കോയിലിൽ ഫസ്റ്റ് വണ്ണില് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ സെക്കൻഡ് വണ്ണിൽ EMF ഉണ്ടാകുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ എന്ന വാക്ക് ഓർക്കുക. രണ്ട് കോയിലുണ്ട്, പരസ്പരം എന്നുള്ള അർത്ഥമല്ലേ മ്യൂച്വലിന്? അപ്പൊ രണ്ട് കോയിലുണ്ട്, അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സംശയമില്ലല്ലോ. അപ്പൊ പിന്നീട് ആലോചിക്കേണ്ട കാര്യം, ചോദിക്കാനും സാധ്യതയുള്ളതാണ് ചിത്രമൊക്കെ കൊടുത്തിട്ട്. DC കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും മാത്രമേ ബൾബ് ഗ്ലോ ചെയ്യൂ. എന്താ കാരണം? നമ്മൾ പറഞ്ഞു EMF ജനറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വേണം. മാഗ്നറ്റിക് ഫ്ലക്സിന് എപ്പോഴാണ് ചേഞ്ച് ഉണ്ടാകുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നത് കൊടുക്കുന്ന കറണ്ടിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ്. DC-യിൽ ചേഞ്ച് ഉണ്ടാകുന്നത് രണ്ട് സിറ്റുവേഷൻസിലാണ്. DC ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേഞ്ചും ഇല്ല. കാരണം എന്താ? ഡയറക്ഷന് മാറ്റമൊന്നുമില്ല. പക്ഷേ കൊടുക്കുന്ന സമയത്ത് ഇല്ലാതിരുന്ന ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി വരികയാണ് കറണ്ട് കൊടുത്തപ്പോൾ. അപ്പൊ ഓൺ ചെയ്യുമ്പോൾ മാറ്റം, ഓഫ് ചെയ്യുമ്പോൾ ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരുന്ന കറണ്ട് ഇല്ലാതായി അല്ലേ? അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്തത് എന്ത് ചെയ്തു? നിന്നു. ഇപ്പൊ ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഇല്ല നമ്മൾ കറണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. എന്തിന്റെ കേസിൽ? DC കൊടുക്കുന്ന കേസിൽ. ഇനി AC ആണ് കൊടുക്കുന്നതെങ്കിലോ എളുപ്പമാണ്. AC ആണെങ്കിൽ എന്താണ്? നമ്മൾ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. AC എന്താണ്? ഒരു വേവ് പോലെ ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കറണ്ടാണ്. അതുകൊണ്ട് ഈ ബൾബ് പെരനിയലായിട്ട്, അതായത് സ്ഥിരമായിട്ട് കത്തിക്കൊണ്ടേയിരിക്കും, അതായത് ഗ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും, പ്രകാശിച്ചുകൊണ്ടേയിരിക്കും ഈ ബൾബ്. ഓക്കെ ആണല്ലോ? കുഴപ്പമില്ലല്ലോ. ശരി, അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിയറസ്റ്റ് ആയിട്ട് 2 കോയിൽസ് ഇരിക്കുന്നു. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു. എങ്ങനെയാ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാക്കിയത്? കൊടുക്കുന്ന കറണ്ട് വഴിയാണ്. അങ്ങനെ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? തൊട്ടടുത്തിരിക്കുന്ന കോയിലിൽ ഒരു EMF ജനറേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇവിടത്തെ ബൾബ് ഗ്ലോ ചെയ്യുന്നത്. ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല, കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസിലേക്ക് വരാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, നെയിം എ ഡിവൈസ് വിച്ച് ഈസ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഉത്തരം എന്താണ്? ട്രാൻസ്ഫോമർ. ഏതാണ്? ട്രാൻസ്ഫോമർ. ഓക്കെ, എന്താണ് ട്രാൻസ്ഫോമർ എന്ന് ആദ്യം അറിയണം. ട്രാൻസ്ഫോമർ എന്നാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് വോൾട്ടേജ് വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ. എന്താണ്? വോൾട്ടേജിനെ റെഗുലേറ്റ് മീൻസ് എന്താണ്? വെദർ ഇറ്റ് ക്യാൻ ബി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അത് ഇൻക്രീസിങ് ആവാം, ഡിക്രീസിങ് ആവാം, ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ പവർ ഡിഫറൻസ് ഇല്ലാതെ, പവറിൽ മാറ്റമില്ലാതെ വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഉപയോഗിക്കുന്ന
ഉപകരണമാണ് ട്രാൻസ്ഫോമർ. നിങ്ങൾ ഈ ജംഗ്ഷനുകളിൽ വഴിയുടെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളാണത്. ഓക്കെ, അപ്പോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് വോൾട്ടേജ് വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ. വോൾട്ടേജിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, എന്തിൽ മാറ്റമില്ലാതെ? പവറിൽ മാറ്റമില്ലാതെ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുക. ട്രാൻസ്ഫോമർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. നമുക്ക് ട്രാൻസ്ഫോമറിനെ രണ്ടായിട്ട് തിരിക്കാം, ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫംഗ്ഷൻ. അതിന്റെ ഫംഗ്ഷനെ അടിസ്ഥാനമാക്കി നമുക്ക് സ്ട്രക്ചർ വെച്ചും പറയാം. തൽക്കാലം ഇപ്പൊ എളുപ്പത്തിന് വേണ്ടി ഫംഗ്ഷനെ അടിസ്ഥാനമാക്കി നമുക്ക് ട്രാൻസ്ഫോമറിനെ രണ്ടായിട്ട് തിരിക്കാം. വോൾട്ടേജ് ഇൻക്രീസിംഗ് ട്രാൻസ്ഫോമറിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും വോൾട്ടേജ് ഡിക്രീസിംഗ് ട്രാൻസ്ഫോമറിനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും വിളിക്കും. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിനെ എന്ത് വിളിക്കും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓർക്കാൻ എളുപ്പമാണ്, അപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താണ്? വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ഓക്കെ, ഇനി ഒരു കാര്യം മ്യൂച്വൽ ഇൻഡക്ഷൻ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം പറയാം. നമ്മൾ കറണ്ട് കൊടുക്കുന്ന ആ കോയിലിനെ ഇൻപുട്ട് കോയിൽ അല്ലെങ്കിൽ പ്രൈമറി കോയിൽ എന്ന് വിളിക്കാം. കറണ്ട് കൊടുക്കുന്ന ആ കോയിലിനെ ഇൻപുട്ട് അല്ലെങ്കിൽ പ്രൈമറി കോയിൽ എന്നും, നമ്മൾ കൊടുത്ത കറണ്ട് കാരണം നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന മറ്റൊരു കോയിലിൽ എന്തുണ്ടായി? കറണ്ട് ഉണ്ടായല്ലോ, ഇൻഡ്യൂസ്ഡ് കറണ്ട് വന്നല്ലോ. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ ബൾബ് ഇവിടെ വെച്ച് പ്രകാശിപ്പിച്ച ആ കോയിലിനെ നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? സെക്കൻഡറി കോയിൽ എന്ന് വിളിക്കാം. ഔട്ട്പുട്ട് ഓർ സെക്കൻഡറി കോയിൽ. ഓക്കെ, അപ്പോ ഇവിടെയും ഉണ്ട് രണ്ട് കോയിൽ, പ്രൈമറി സെക്കൻഡറി ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ. അപ്പോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ ഒരു ചെറിയ ഫിഗർ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് വോൾട്ടേജ് വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടാൽ മനസ്സിലാവത്തില്ലേ? നമ്പർ ഓഫ് ടേൺസ് എവിടെയാ കൂടുതൽ? ഇത് കണ്ടാൽ മനസ്സിലാവും, സെക്കൻഡറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവ്. തിക്നെസ് എങ്ങനെയാണ്? തിക്നെസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല. നമ്പർ ഓഫ് ടേൺസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തിക്നെസ്. അപ്പൊ തിക്നെസ് എങ്ങനെയായിരിക്കും? ഇവിടെ നമുക്ക് തിക്നെസ് കൂടെ അങ്ങ് അടയാളപ്പെടുത്താം. തിക്നെസ് നോക്കിക്കേ, നമ്പർ ഓഫ് ടേൺസ് എവിടെയാണോ കൂടുതൽ അവിടെ തിക്നെസ് കുറവ് അല്ലെ? അപ്പോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കോയിലിൽ തിക്നെസ് കുറവ്, പ്രൈമറി കോയിലിൽ തിക്നെസ് കൂടുതൽ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നേരെ ഓപ്പോസിറ്റ് വരും. ഇവിടെ പ്രൈമറിയിൽ തിക്നെസ് കൂടുതലായിരുന്നെങ്കിൽ ഇവിടെ പ്രൈമറിയിൽ തിക്നെസ് കുറവാണ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരുന്നെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയാണ്? സ്റ്റെപ്പ് അപ്പിന്റെ, ഇത് സ്റ്റെപ്പ് അപ്പ് ആണ്. സ്റ്റെപ്പ് അപ്പിന്റെ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് എന്താണ്? കുറവാണ്. എളുപ്പത്തിന് വേണ്ടിയാണ് ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് അപ്പിന്റെ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. ഇനി സ്റ്റെപ്പ് ഡൗൺ നോക്കിക്കേ. സ്റ്റെപ്പ് ഡൗണിന്റെ പ്രൈമറിയിൽ ഇവിടെ സെക്കൻഡറി എങ്ങനെയാണോ അതുപോലെയാണ് പ്രൈമറി ഇരിക്കുന്നത്. എന്താണ്? നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് എന്താണ്? കുറവാണ്. തിക്നെസ് നോക്കിയേ, നമ്പർ ഓഫ് ടേൺസിന് നേരെ ഓപ്പോസിറ്റ് ആണ് തിക്നെസ്. അപ്പോ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരുന്നു, അപ്പൊ തിക്നെസ് കൂടുതൽ. സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരുന്നു, തിക്നെസ് കുറവ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് വീണ്ടും കൂടി, അപ്പൊ തിക്നെസ് വീണ്ടും കുറവ്. ഇവിടെ തിക്നെസ് കൂടുതൽ, കാരണം നേരത്തെ പറഞ്ഞ ഒരു കേസ് വെച്ച് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, തിക്നെസ് കൂടുതൽ. ഓക്കെ ആണല്ലോ. ഇനി വോൾട്ടേജ് നോക്കുക. വോൾട്ടേജ് നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ കിട്ടുന്നതാണ്. എന്തിനു വേണ്ടി ആ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്? നമ്മളുടെ കയ്യിൽ ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മിനിമം വോൾട്ടേജ്, ഒരു കുറഞ്ഞ വോൾട്ടേജ് ഉണ്ട്. അതിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനെ ഉപയോഗിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമറിന് കൊടുക്കുന്നത് കുറഞ്ഞ വോൾട്ടേജും ട്രാൻസ്ഫോമർ പുറത്തേക്ക് തരുന്നത് എന്ത്? ഔട്ട്പുട്ടിൽ തരുന്നത് കൂടിയ വോൾട്ടേജും ആയിരിക്കും. ഔട്ട്പുട്ടിൽ തരുന്നത് കൂടിയ വോൾട്ടേജ്, അതായത് സെക്കൻഡറി അല്ലെങ്കിൽ ഔട്ട്പുട്ടില് വോൾട്ടേജ് കൂടുതൽ, പ്രൈമറിയിൽ വോൾട്ടേജ് കുറവ്. സ്റ്റെപ്പ് അപ്പിന്റെ കാര്യമാണ് പറയുന്നത്. പ്രൈമറിയിൽ വോൾട്ടേജ് കുറവ്, സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതൽ. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ കയ്യിൽ നല്ല കൂടിയൊരു വോൾട്ടേജ് ഉണ്ട്, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മുടെ കയ്യിലുള്ള കൂടിയ വോൾട്ടേജ് ആയിരിക്കുമല്ലോ നമ്മൾ ട്രാൻസ്ഫോമറിന് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ അതായത് ഇൻപുട്ട് അല്ലെങ്കിൽ പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതൽ, സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവ്. ഓക്കെ,
ഇനി കറണ്ട് എങ്ങനെയായിരിക്കും? ഒരു ഐഡിയ നോക്കുക. P is equal to VI എന്നൊരു ഇക്വേഷൻ ഉണ്ട്. P is equal to VI നമ്മൾ പഠിച്ചവരാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇലക്ട്രിക് പവർ is equal to വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമർ എന്താണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്, പവർ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. പവറിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അത് കൂടാതെ എന്ന് പറഞ്ഞാൽ അത് പവറിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് എന്തിലാണ് മാറ്റം വരുത്തേണ്ടത്? വോൾട്ടേജിലാണ് മാറ്റം വരുത്തേണ്ടത്. വോൾട്ടേജിൽ മാറ്റം വരുത്തിയാൽ പവറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തണമെങ്കിൽ എന്തിലും മാറ്റം വരും? ഐയിലും മാറ്റം വരും. അതായത് വി കുറയുമ്പോൾ, വി എന്ത് ചെയ്യുമ്പോൾ കുറയുമ്പോൾ ഐ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൂടിയെങ്കിലേ എന്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ? പി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? ഐഡിയ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. വോൾട്ടേജ് 2 ആയിരുന്നു. വോൾട്ടേജ് എത്ര ആയിരുന്നു? 2 ആയിരുന്നു. ഇവിടെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ വോൾട്ടേജ് 2 ആയിരുന്നു. ആ വോൾട്ടേജ് 2 ആയിരുന്നപ്പോൾ അവിടുത്തെ കറണ്ട് 6. എത്രയാണ്? ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ വോൾട്ടേജ് 2 ആയിരുന്നു. അപ്പോൾ ആ പ്രൈമറിയിലെ തന്നെ കറണ്ട് എത്രയാണ്? 6. അപ്പൊ ടോട്ടൽ പവർ എത്ര കിട്ടി? 12 വാട്ട് കിട്ടി. ഈ 12 വാട്ട് പ്രൈമറിയിലാണ്. 12 വാട്ട് തന്നെ എവിടെയും വേണം, സെക്കൻഡറിയിലും വേണം. നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ 2 വോൾട്ട് എന്നുള്ളത് കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ 2 വോൾട്ട് എന്നുള്ളത് 3 വോൾട്ട് ആക്കി, 2 വോൾട്ടിനെ കൂട്ടി 3 വോൾട്ട് ആക്കി. 12 തന്നെ കിട്ടണം. അപ്പൊ ഇവിടെ കറണ്ട് എത്ര വരുന്നേ? കറണ്ട് 4 വരുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി ഈ കാര്യം. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കാര്യമാണ് പറയുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കുറവാണ്, കിട്ടുന്ന വോൾട്ടേജ് കൂടുതൽ. അപ്പൊ 2നെ 3 ആക്കി. അപ്പോ കറണ്ട് 6 ആയിരുന്നത് 4 ആയി. മനസ്സിലായോ? അപ്പോ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. മനസ്സിലായോ? അപ്പോ കറണ്ട് കുറയുമെന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന കറണ്ട് കൂടുതൽ, അത് കുറഞ്ഞു. മനസ്സിലായോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഐഡിയ മനസ്സിലായല്ലോ? ഐഡിയ എന്താണ്? പവർ കോൺസ്റ്റന്റ് ആയിരിക്കണം. വോൾട്ടേജ് ചേഞ്ച് ചെയ്യണം. വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ പവറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ വേണ്ടി ഐയും ചേഞ്ച് ചെയ്യും, കറണ്ടും ചേഞ്ച് ചെയ്യും. അതൊരു എക്സാമ്പിൾ ആക്കി ഞാൻ പറഞ്ഞതാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലെ 2 വോൾട്ട് കൊടുത്തപ്പോൾ അതിനെ 3 വോൾട്ട് ആക്കി. അപ്പോ 6 ആംപിയർ ഉണ്ടായിരുന്നു കറണ്ട് സ്റ്റെപ്പ് അപ്പിന്റെ പ്രൈമറിയിൽ. ഇപ്പൊ ടോട്ടൽ പവർ 12 ആണ്. സെക്കൻഡറിയിലും പവർ 12 വരണമെങ്കിൽ 3 ആയി വോൾട്ടേജ്. അപ്പൊ കറണ്ട് എത്ര ആയിരിക്കണം? 4 ആയിരിക്കണം. എങ്കിലേ 12 കിട്ടൂ അല്ലെ? അപ്പൊ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും ഐ ആദ്യം കൂടുതൽ ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു. മനസ്സിലായോ? ആരോമാർക്ക് കണ്ട് കൺഫ്യൂഷൻ ആകരുത്. കൃത്യമായിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കി പഠിച്ചാൽ മതി. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ്, നമ്മൾ ഇപ്പൊ ചെയ്തത് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആകുമ്പോ കറണ്ട് സ്റ്റെപ്പ് അപ്പിന്റെ പ്രൈമറിയിൽ എന്തായിരുന്നു? കറണ്ട് കൂടുതലായിരുന്നു. അപ്പൊ സ്റ്റെപ്പ് ഡൗണിന്റെ പ്രൈമറിയിൽ എന്തായിരിക്കും? കറണ്ട് കുറവായിരിക്കും. ഓക്കെ, അപ്പോ സെക്കൻഡറിയിൽ എങ്ങനെയായിരിക്കും? കൂടുതലും ആയിരിക്കും കറണ്ട്. അത് ഓർത്തിരിക്കേണ്ടത്. ഇങ്ങനെ ആരോമാർക്ക് കണ്ട് ഞാൻ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ആവരുത്. ഐഡിയ ഓർത്തിരിക്കേണ്ടത് ഇങ്ങനെയാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ എന്ത് മനസ്സിലാവും? നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വോൾട്ടേജ്. നമ്പർ ഓഫ് ടേൺസ് എവിടെയാണോ കൂടുതലുള്ളത് ആ കോയിലിലായിരിക്കും വോൾട്ടേജ് കൂടുതൽ. ഇനി തിക്നെസിന്റെ കാര്യം ആലോചിക്കുക. തിക്നെസ് എവിടെയാണോ കൂടുതൽ അവിടെ ആയിരിക്കും എന്ത് കൂടുതൽ? കറണ്ട് കൂടുതൽ. മനസ്സിലായോ? നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ കറണ്ട് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആലോചിക്കുക. എവിടെ ഏത് കോയിലിലാണോ കൂടുതൽ തിക്നെസ് ഉള്ളത് അവിടെ ആയിരിക്കും കൂടുതൽ കറണ്ട് വേണം. ഏത് കോയിലിലാണോ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ളത് അവിടെ ആയിരിക്കും വോൾട്ടേജ് കൂടുതലുള്ളത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. മാത്രമല്ല ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ കോൺസ്റ്റന്റ് ആണ്. പവർ 2 കോയിലിലും അല്ലെങ്കിൽ അതെ പ്രൈമറി കോയിലിലും സെക്കൻഡറി കോയിലിലും പവർ ഒരുപോലെയാണ്. ഓക്കെ ആണല്ലോ? ശരി. അപ്പോ ഇനി നമുക്ക് ട്രാൻസ്ഫോമറിന്റെ 2 ഇക്വേഷൻസ് പഠിക്കാം. ട്രാൻസ്ഫോമർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ട്രാൻസ്ഫോമർ
ഏതൊക്കെ തരത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, കുറച്ച് പ്രത്യേകതകളും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ഇക്വേഷൻസ് പഠിക്കണം. ആ 2 ഇക്വേഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിനു മുന്നേ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇതാണ്. ഇത് NS/NB ഗ്രേറ്റർ ദാൻ 1, NS/NB ലെസ് ദാൻ 1. ഇത് ഏതൊക്കെ ട്രാൻസ്ഫോമറിന് ചേരും എന്നാ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ചേ. സെക്കൻഡറി NS/NB ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയണമെങ്കിൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കണം, അല്ലെ? ഈ ക്വാണ്ടിറ്റി ഒന്നിനേക്കാൾ കൂടുതലായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിനേക്കാൾ കൂടുതലായ ഒരു ഫ്രാക്ഷൻ വരണമെങ്കിൽ അതിനർത്ഥം ന്യൂമറേറ്റർ എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നാണ് അർത്ഥം. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ NS കൂടുതൽ, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കൂടുതലുള്ളത് എവിടെയാണ്? കൂടുതലുള്ളത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണ്. സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ളത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചാലോചിക്കാം. ഇത് ലെസ് ദാൻ 1 വരണമെങ്കിൽ NS അല്ല കൂടുതൽ, NB പ്രൈമറിയിലാണ് കൂടുതൽ ടേൺസ് വരേണ്ടത്. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ളത് ആർക്കാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനാണ്. ആർക്കാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനാണ്. ഇത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 2 ഇക്വേഷൻസ് ആവശ്യമുണ്ട്, അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ ഓർത്തിരിക്കുക, പറയാനും പഠിക്കാനും വളരെ എളുപ്പമുള്ള 2 ഇക്വേഷൻസ് ആണ്. VS/VP is equal to NS/NB. VS/VP is equal to NS/NB. ഇതിൽ VS ഉം VP യും NS ഉം NB യും ഒക്കെ എന്താണെന്ന് നമുക്ക് പറയാം. VS സെക്കൻഡറി വോൾട്ടേജ്, VP പ്രൈമറി വോൾട്ടേജ്, NS സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ്, NB പ്രൈമറി നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ ആണല്ലോ. അപ്പൊ VS പറഞ്ഞ് പഠിക്കാൻ എളുപ്പമുള്ള ഒരു ഇക്വേഷൻ ആണ്. VS/VP is equal to NS/NB. ഇനി അടുത്ത ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ കോൺസ്റ്റന്റ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, PP എന്താണ്? പ്രൈമറിയിലെ പവർ ഈക്വൽ ടു PS. പ്രൈമറിയിലെ പവർ എന്ന് പറഞ്ഞാൽ പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? P is equal to VI എന്നുള്ളതാണ് പവറിന്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് പ്രൈമറിയിലെ പവറിനെ ഇങ്ങനെ എഴുതാം, പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട്, V ഇൻറ്റു I അല്ലേ? അപ്പൊ പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട് ചെയ്യുമ്പോൾ പ്രൈമറി വോൾട്ടേജ് കിട്ടും, ഇസ് ഈക്വൽ ടു സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി കറണ്ട്. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. എങ്ങനാ? VP IP is equal to VS IS. ആദ്യം പറഞ്ഞ ഇക്വേഷനോ VS/VP is equal to NS/NP. രണ്ടാമത് പറഞ്ഞതോ VP IP is equal to VS IS. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ശരി. അപ്പോ ഇനി ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 240 വോൾട്ട് AC യിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് കൊടുത്തു. അതിന്റെ പ്രൈമറിയിൽ 4000 നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇൻപുട്ട് ഏതാ, ഔട്ട്പുട്ട് ഏതാ, അല്ലെങ്കിൽ പ്രൈമറി വോൾട്ടേജ് എത്ര, സെക്കൻഡറി വോൾട്ടേജ് എത്ര എന്ന് കൊടുത്തിട്ടില്ല ഡയറക്റ്റ്. അതിന് പകരം എന്താ കൊടുത്തേ? 240 പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ, അതൊരു ഇലക്ട്രിക് ബെല്ലിന് കൊടുക്കുന്ന വോൾട്ടേജ് 8 വോൾട്ട് ആണ്. അർത്ഥം എന്താണ്? 240 ഇങ്ങോട്ട് എടുക്കും, കൊടുക്കുന്നത് 8. അപ്പൊ കൂടുതലുള്ള വോൾട്ടേജിനെ എടുത്തു, കുറച്ചാക്കി കൊടുത്തു. അപ്പൊ കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ആണിത്. ഏത് ട്രാൻസ്ഫോമർ ആയത്? അപ്പൊ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണല്ലോ. ആണ്. അപ്പൊ പ്രൈമറിയിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ എന്തായിരിക്കും? കൂടുതൽ വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ പ്രൈമറിയിലെ വോൾട്ടേജ് ആണിത്. ഓക്കെ, VP ആണിത്. VS ആണ് 8 വോൾട്ട്. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് NB ആണ് 4000. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അതിൽ കൊടുക്കാനുള്ള വില എല്ലാം കിട്ടി. VS 8 വോൾട്ട്, VP 240 വോൾട്ട്, NS കണ്ടുപിടിക്കണം, NB 4000. അപ്പൊ NS കണ്ടുപിടിച്ചൂടെ? നിങ്ങൾ തന്നെ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പോർഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് 2 കോയിൽസ്, നിയറസ്റ്റ് ആയിട്ട് 2 കോയിൽസ് ഇരിക്കുന്നു. അതിൽ ഒരു കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ സെക്കൻഡ് കോയിലിൽ ഒരു EMF ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷന്റെ പ്രൈമറി കോയിൽ മീൻസ് ഇൻപുട്ട്, കറണ്ട് അങ്ങോട്ട് കൊടുക്കുന്നു. സെക്കൻഡറി കോയിൽ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എടുക്കുന്ന കോയിൽ. മനസ്സിലായല്ലോ? പിന്നീട് നമ്മൾ പറഞ്ഞത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിനെ ബേസ്ഡ് ഓൺ ദെയർ ഫംഗ്ഷൻ വി ക്യാൻ ക്ലാസിഫൈ ഇൻടു 2. ഏതൊക്കെയാണത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് അപ്പ്, ഡിക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ ആണല്ലോ? ഇനി എങ്ങനെയാണ് നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയാണ്? അതുപോലെ ആയിരിക്കും വോൾട്ടേജ്. നമ്പർ ഓഫ് ടേൺസ് എവിടെയാണ് കൂടുതൽ, അവിടെ വോൾട്ടേജും കൂടുതലായിരിക്കും.
തിക്നെസ് എവിടെയാണ് കൂടുതൽ, അവിടെ കറണ്ടും കൂടുതലായിരിക്കും. ആ കാര്യം ആലോചിച്ചിരിക്കുക. പവർ രണ്ടിടത്തും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ദ പവർ ഇൻ ദ പ്രൈമറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 50 വാട്ട്. ഞാൻ വെറുതെ ഒരു കണക്ക് പറയുന്നത്, 50 വാട്ട്. then what will be the power in its secondary coil? ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറി കോയിലിലെ പവർ 50 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി കോയിലിലെ പവർ എത്ര? അപ്പൊ ഉടനെ നിങ്ങൾ VS/VP = NS/NV അല്ലെങ്കിൽ VP/IP = VS/IS ഇതൊന്നും എടുക്കാൻ പോകേണ്ട കാര്യമേ ഇല്ല. എന്താ സംഭവം എന്താ? കാരണം നമ്മൾ പറഞ്ഞു പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവറുകൾ ഈക്വൽ ആണ്. അപ്പൊ പ്രൈമറി പവർ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സെക്കൻഡറി പവർ. ഓക്കെ, അപ്പൊ അതിൽ തല കുറിക്കേണ്ട കാര്യമില്ല. പിന്നീട് നമ്മൾ പറഞ്ഞത് ഇക്വേഷൻസ് പറഞ്ഞു, ഒരു ചെറിയ കണക്ക് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ആവർത്തിച്ച് ക്ലാസ് കാണുക, കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് ടെക്സ്റ്റിൽ കൊടുക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, അതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.